ഗൈസ്, ഒരു 4.5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു വീഡിയോയുടെ തംബ്നെയിലിലെ ഒരു ക്യാപ്ഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കരോളിസ് ഒരു ഫ്യൂരി ആഡോ എന്നുള്ളതായിരുന്നു. അത് അന്നത്തെ ആ ഒരു സ്പെൻഡിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം അതിൻ്റെ അടിയിലൊരു കമൻസ് എന്ന് വെച്ചാൽ ഒരു 50-50 ആയിരുന്നു. കാരണം ഒരു 50% ആളുകളും എന്താ പറയുക, എനിക്ക് പൊങ്കാലയൊക്കെ കിട്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണത്. സോ അതിൻ്റെ അടിയിലുള്ളൊരു കമൻറ്റൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളുടെ STയെ പറയാൻ നീ ആരാടാ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ എന്താണെങ്കിലും ഇന്ന് ആ കമൻറ്റ് ബോക്സിലൊന്നും പോയില്ല. ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കിബുവിക്കുണയുടെ ആ ഒരു സീസൺ ഉണ്ടല്ലോ, അത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നടത്തിയിട്ടുള്ള സൈനിങ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അന്ന് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. എന്താണെങ്കിലും അത് കഴിഞ്ഞിപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ 5ാമത്തെ സീസണാണ് പൊക്കോണ്ടിരിക്കുന്നൊരു സാഹചര്യം ഉള്ളത്. സ്റ്റിൽ നമ്മൾ സക്സസ്ഫുൾ അല്ല, ട്രോഫി ഇല്ല എന്നുള്ള സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. എന്താണെങ്കിലും ഫാൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ അങ്ങനെയാണ്, സക്സസ്ഫുൾ അല്ലാത്ത രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് പോകുന്നത്. ഒരു പ്രോഗ്രഷൻ ചില ഏരിയസ് അതിന് മുന്നേ നമ്മൾ അതിനേക്കാൾ ഡിസാസ്റ്റർ ആയിരുന്നു. ഒരു പ്രോഗ്രഷൻ എന്നുള്ള ലെവലിലേക്ക്, ഒരു മിഡ് ടേബിൾ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വന്നു എന്നതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അതിന് താഴെ ഉണ്ടായിരുന്ന പലരും ഇപ്പം മേളിക്കറി കപ്പ് വരെ അടിക്കുന്ന ലെവലിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഒഡീഷയുടെ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൻ്റെ ഒക്കെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ക്ലബ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് നോക്കുന്നൊരു സമയത്ത് അവർക്ക് ചിലപ്പം നല്ലതായിരിക്കും. അവർക്ക് ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി പെർസ്പെക്റ്റീവിലൊക്കെ ഗുണം ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ 2028 വരെയുള്ളൊരു കോൺട്രാക്റ്റിലൊക്കെ പുള്ളിയെ ഇവിടെ നിർത്തിയിരിക്കുന്നു. എന്നാൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നമ്മളുടെ ഫോറിൻ സൈനിങ്സിൻ്റെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ല എന്നുള്ളത്. ഞാൻ ആ കാര്യത്തിൽ അംഗീകരിക്കുന്നു. ഇമ്പ്രൂവ്മെൻറ്റ് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അതിൽ നമുക്ക് പറയാവുന്ന പേരുകളാണ് ഇപ്പം ഏഡ്രിയാൻ ലൂണ, ലെസ്കോവിച്ച്, അൽവാരോ ഡയാസ്, ദിമി, ഏറ്റവും ഒടുവിൽ ഹെസൂസിൻ്റെ പേര്, ഇതൊക്കെ നമുക്ക് പറയാവുന്നതാണ്. പുള്ളി കൊണ്ടുവന്ന പ്ലേയേഴ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലേയേഴ്സാണ് എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്നത് ഗ്രേറ്റ് പെർഫോമൻസ് നമുക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള, ഇപ്പം ISL കളിക്കാത്ത എന്ന ലെവലിൽ വന്നിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ പേരുകളാണ്. സോ അവിടെയും ഒരു സക്സസ് റേറ്റ് നോക്കുന്ന സമയത്ത് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഫോറിൻ സൈനിങ്സിൽ സക്സസ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് വേണമെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ നടത്താം. ഞാൻ മോഹൻ ബഗാൻ്റെയോ മുംബൈ സിറ്റിയുടെയോ ഒന്നും കാര്യത്തിലേക്ക് പോകുന്നില്ല. അത് പറയുമ്പോൾ അവർക്ക് ക്യാഷ് ഉണ്ടെന്ന് പറയാം. ഇത് നോർത്ത് ഈസ്റ്റിൻ്റെ തന്നെ എടുക്കാം. അവർക്ക് ഈ പറയുന്നത് പോലെ ഒരു ഫോറിൻ സ്പോർട്ടിംഗ് ഡയറക്ടറോ ടെക്നിക്കൽ ഡയറക്ടറോ ഒന്നുമില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം കരോളിസിനൊക്കെ ഏതാണ്ടൊരു വിദേശ താരത്തിന് കൊടുക്കുന്ന തരത്തിലുള്ള സാലറി കൊടുത്ത് തന്നെയാണ് ആ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഒരു ഇന്ത്യൻ എന്ന നിലയിലാണ് പലരും ആ ഒരു റോൾ കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ ഒരു ടീം പോലും ഇപ്പം നോർത്ത് ഈസ്റ്റിൻ്റെ ഞാൻ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അലാദീൻ അജ്റായി അല്ലെങ്കിൽ ഗുല്ലാമോ അല്ലെങ്കിൽ പല താരങ്ങളുടെയും പേരുകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ ഒരു ലെവലിൽ ഇപ്പോൾ സബാക്കോയുടെ പേര് പറയാം, ബെമ്മാമറിൻ്റെ ഒക്കെ പേര് പറയാം. ഒഡീഷ FC കാര്യം എടുത്തു കഴിഞ്ഞാൽ മൗറീഷ്യയെ പോലത്തെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ്. ഇതിലേറ്റവും ഇതായിട്ട് പറയേണ്ടത് ഗോവയുടെ പേരാണ്. ഇപ്പോൾ കോറോ, ലാൻസറോട്ടെ, അതുപോലെ തന്നെ എഡുബേഡിയ, ഏറ്റവും ഒടുവിൽ നോവ സദോയി, ഗൊരക്സേന, അങ്ങനെ നീളുന്ന അഹമ്മദ് ജാഹു, മൊത്തഫോൾ തുടങ്ങിയിട്ട് ഒരുപാട് പേരുകൾ നമുക്ക് ആ കാര്യത്തിൽ പറയാൻ സാധിക്കും. അപ്പം ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന ആ ഒരു സക്സസ് റേറ്റ് ഇപ്പം നമ്മുടെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റ് ക്ലബ്ബുകളുമായിട്ടുള്ളൊരു കമ്പാരിസൺ നടത്തുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് എന്നുള്ളതും കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഫാക്ടറാണ്. ഈ ഫോറിൻ സക്സസ് റേറ്റ് പറയുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ സൈനിങ്സിൻ്റെ കാര്യം കൂടി പറയണമല്ലോ. ആ കാര്യത്തിൽ നമ്മൾ ഒരു ഡിപ്പാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ താഴേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിൽ സ്പോർട്ടിംഗ് ഡയറക്ടർ വന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേറ്റഡ് ആണ്, ഓവർപെയ്ഡ് ആണ് ഇന്ത്യൻ താരങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പം അതിലൊരു ചേഞ്ച് വരുത്താനാണ്. അന്ന് ഒരുപാട് ആളുകൾ അതിനെ പ്രൈസ് ചെയ്തും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ സീസൺ തോറും നമ്മുടെ ഇന്ത്യൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ കുറവ് വരുന്നതും ആ ഒരു ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ കുറവ് വരുന്നതും ഒക്കെയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഇൻഫ്ലേറ്റഡ് മാർക്കറ്റിൻ്റെ പ്രിവിലേജ്, അതായത് ഓവർപെയ്ഡ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പ്രിവിലേജ് ഔട്ട് ഗോയിങ്സ് വഴി അത് യൂസ് ചെയ്യുന്നുണ്ട് കരോളിസ് എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജീക്സൺ സിംഗ്. കഴിഞ്ഞ സീസണിൽ 3.3 കോടി രൂപ ട്രാൻസ്ഫർ ഫീ കിട്ടിയിട്ടാണ് പോകുന്നത്. പ്ലസ് അദ്ദേഹത്തിൻ്റെ സാലറിയും കൂടി നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? അവിടെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നില്ലേ? അപ്പോൾ ഔട്ട് ഗോയിങ്സിൽ ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇൻകമിങ്സ് വരുമ്പോഴത്തേക്കും അത് പ്രശ്നമാണ്. ഇനി കോച്ചസിനെ കൊണ്ടുവന്ന കാര്യത്തിൽ അണ്ടർ കരോളിസ് 3 കോച്ചസാണ് വന്നിട്ടുള്ളത്. ഇവാൻ വുക്കോമനോവിച്ച് ഇടയ്ക്ക് വന്നു, മുമ്പ് കിബുവിക്കുണ വന്നു, അവസാനം മിഗാൽ സ്റ്റാറേം വന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 3-ൽ 2 പേരെയും മിഡിൽ
സാക്ക് ചെയ്യുന്ന സാഹചര്യം വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഇവാൻ വുക്കോമനോവിച്ച് മാത്രമാണ് ആ കാര്യത്തിൽ സക്സസ് ആയിട്ട് പോയത്. ഇവാൻ വുക്കോമനോവിച്ച് ഈ മാനേജ്മെൻറ്റും എസ് ഡിയും പ്രതീക്ഷിച്ചതിനേക്കാൾ ഓവർ പെർഫോം ചെയ്തു എന്നുള്ളതും, കാരണം അദ്ദേഹം ഇവിടെ ഒരു കൾട്ട് ഫോളോയിങ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള ആദ്യത്തെ സീസൺ എന്ന് പറയുന്നത്. സോ അന്ന് നമുക്കൊരു നല്ല സ്ക്വാഡ് ഉണ്ടായിരുന്നു. മറ്റ് ടീമുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന അവർക്കറിയാം ഒരു കോവിഡ് സീസൺ ആയിരുന്നു. അപ്പം മറ്റ് ടീമുകൾ പലരും പറഞ്ഞ കോസ്റ്റ് കട്ടിങ് പരിപാടികളിലായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ സാധിച്ചു. അതും നമുക്ക് ഏറ്റവും വലിയ സക്സസ് ആയിട്ടുള്ള സീസൺ, ട്രോഫി അടിച്ചില്ലെങ്കിൽ ഒരു സക്സസ് ആയിട്ടുള്ള സീസൺ അതായിരുന്നു എന്നുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് പെർ ഗെയിം ഒക്കെ നോക്കിക്കഴിഞ്ഞാലും നമ്മളുടെ വിജയങ്ങൾ നോക്കിക്കഴിഞ്ഞാലും പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും പറയാൻ പറ്റും. പക്ഷേ ആ ഒരു സ്ക്വാഡിനെ അല്ലെങ്കിൽ ആ ഒരു ടീമിനെ നമുക്ക് നിലനിർത്താനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിച്ചില്ല. അത് ഇവാൻ്റെ പ്രശ്നമല്ല, നമ്മുടെ മാനേജ്മെൻറ്റ് സൈഡിൻ്റെയും എസ് ഡിയുടെയും ഒക്കെ പ്രശ്നമാണ്. നമുക്ക് പിന്നീട് ആ തരത്തിലുള്ളൊരു ഫീഡിങ് കോച്ചിന് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാറയുടെ കാര്യത്തിൽ പറയുമല്ലോ, ഒരു ബലിയാടായിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഒരു തരത്തിൽ കിബുവിക്കൂണെ ഒരു ബലിയാടല്ലേ. അദ്ദേഹത്തിൻ്റെ സീസണിലെ സ്ക്വാഡൊന്ന് നോക്കൂ. കോണെ കോസ്റ്റെ തുടങ്ങിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് LB കളിക്കാൻ പ്ലെയറിലായിരുന്നു. സെൻട്രൽ ബാക്കിൽ നമ്മൾ ജീക്സനെയൊക്കെ ആയിരുന്നു പിന്നീട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മിഡ്ഫീൽഡിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. മറ്റൊരു ബലിയാട് തന്നെ ആയിരുന്നു കിബു. കാരണം പുള്ളി ഇവിടെ മാത്രമാണ് സക്സസ്ഫുൾ അല്ലാതെ പോയത്. ബാക്കി എവിടെ പോയാലും അദ്ദേഹത്തിന് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി കോച്ചിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാം. മൊറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള അസിസ്റ്റൻറ്റ് കോച്ച് വന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു സെറ്റ് പീസ് കോച്ച് എന്ന നിലയിലാണ് അനൗൺസ് ചെയ്തിരുന്നത്. സോ നമ്മൾ അതിന് മുന്നത്തെ സീസണിൽ ഫാൻസ് ഭയങ്കര വലിയ തരത്തിലൊരു പ്രതിഷേധമൊക്കെ ആയിരുന്നു. നമ്മുടെ സെറ്റ് പീസ് ഭയങ്കര മോശമാണ്, നമുക്ക് ആ തരത്തിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് വേണം, ഒരു ഫാൻ ചെന്ന് ചോദിച്ചു എന്നുള്ളൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്താണെങ്കിൽ പുള്ളി അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത തരത്തിലാണ് പറഞ്ഞത്. പുള്ളിയെ പറഞ്ഞല്ലോ, ഇവരൊന്നും തെറ്റുകൾ മനസ്സിലാക്കുന്ന ആളുകളൊന്നും അല്ല. എന്നിട്ട് അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്കും സെറ്റ് പീസ് കോച്ച് എന്ന നിലയിൽ അനൗൺസ് ചെയ്തു. അതൊരു തരത്തിലൊരു കണ്ണിൽ പൊടിയിടലല്ലായിരുന്നു. കാരണം പിന്നീട് ഇതൊന്നും ഇവർക്ക് അറിയാണ്ട അല്ല കേട്ടോ. പിന്നീട് ഈ സെറ്റ് പീസ് ദുരന്തമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതിഷേധങ്ങൾ വന്നപ്പം ഈ പറഞ്ഞ അസിസ്റ്റൻറ്റ് കോച്ച് തന്നെ എക്സ് പ്ലാറ്റ്ഫോമിൽ ആരാധകരുടെ അടുത്ത് പറയുന്നതായിട്ട് പുള്ളി സെറ്റ് പീസ് കോച്ചല്ല, അത് മീഡിയ ടീമിന് തെറ്റിയതാണ്, പുള്ളി അസിസ്റ്റൻറ്റ് കോച്ചും അനലിസ്റ്റും ഒക്കെ ആണ് എന്നുള്ളത്. ഇനി ഫോറിൻ സൈനിങ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും നമുക്ക് അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഈ പല പ്ലേയേഴ്സിനും നമ്മൾ ലോങ് ടേമിലുള്ള കോൺട്രാക്റ്റ്. അതിൽ ഞാൻ പറയാം ജോഷുവ സൊട്ടീരിയോ, മിലോസ് ട്രിഞ്ചിച്ച്, ക്വാമി പെപ്ര തുടങ്ങിയിട്ടുള്ള താരങ്ങൾക്ക് നമ്മൾ മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റിലാണ് കൊണ്ടുവരുന്നത്. ഇതിൽ മിലോസ് ട്രിഞ്ചിച്ചിന് നമ്മൾ ഒരു 1+2 അങ്ങനെ എന്തോ ഒരു ഡീലാണുള്ളത്. സോ ലാസ്റ്റ് ഇയറിൽ നമ്മൾ കണ്ടതാണ് മിലോസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണ്. പക്ഷേ പുതിയ കോച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഈ 2 ഇയർ ഒരു കോൺട്രാക്റ്റ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ജോഷു ആണെങ്കിലും പെപ്ര ആണെങ്കിലും വലിയൊരു പ്രൊഫൈലുമായിട്ടൊന്നും വന്നവരല്ല, എന്നിട്ട് കൂടി ഇവരെ ഒരു മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റിലാണ് വരുന്നത്. സോ നമ്മൾ കണ്ടതാണ് ഇവരെ പിന്നീട് ഓഫ്ലോഡ് ചെയ്യാൻ. പ്രത്യേകിച്ച് ജോഷുവ സെറ്റീരിയോ എന്ന് പറയുന്ന പ്ലെയർ നമ്മുടെ ടീമിൽ രജിസ്റ്റേർഡ് അല്ലെങ്കിലും സാലറി കൊടുക്കുന്ന ഒരു പ്ലെയറായിട്ട് മാറും. അത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. എന്തിനാണ് അതിൻ്റെയൊക്കെ ഒരു ആവശ്യകത വരുന്നത്? ആ എമൗണ്ട് സത്യത്തിൽ പറഞ്ഞാൽ നമുക്ക് എഫക്റ്റീവായിട്ടല്ല യൂസ് ചെയ്യേണ്ടത്. ഇത് ഒരു ഉപയോഗമില്ലാത്ത തരത്തിൽ ഒരു സൈഡിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിലൊക്കെ എന്തർത്ഥമാണുള്ളത്? വളരെ ബുദ്ധിമാനായിട്ടുള്ള പറഞ്ഞാൽ ഈ ചാണക്യതന്ത്രവും മാസ്റ്റർ ക്ലാസ്സും എന്നൊക്കെ പറയുന്ന ആളാണെങ്കിൽ ഇത് ഒരു തരത്തിലൂടെ ഒരു കാര്യമില്ലാതെ നഷ്ടം സംഭവിക്കുന്ന ഒരു പരിപാടിയല്ലേ ആ ചെയ്തത്. പിന്നെ പ്രീതത്തിൻ്റെയും സഹലിൻ്റെയും സ്വാപ്പ് ഡീലടക്കം, അല്ലെങ്കിൽ പ്രബീർ ദാസ് എന്ന് പറയുന്ന ഇൻകൺസിസ്റ്റൻറ്റ് ഇഞ്ചറി പ്രോൺ ആയിട്ടുള്ള ഒരു പ്ലെയറിന് മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റ് കൊടുത്തടക്കം, ഇതിനകത്തൊക്കെ എന്ത് ലോജിക്കാണുള്ളത്? അതോ ഇതിലെന്തെങ്കിലും സ്കാമോ അങ്ങനെ ബേസിസിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ? കമ്മീഷൻ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്ലേയേഴ്സ് മിക്കവാറും ഒരു പരിധി കഴിയുന്ന സമയത്ത് ക്ലബ്ബ് വിട്ടു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഈ പ്ലെയർ എങ്ങനെയെങ്കിലും പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പല പ്ലേയേഴ്സും കാണും. അവർ ദീർഘകാലം ക്ലബിനോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്, ഇതൊക്കെ ഇവിടെ ഒരു ഇത്ര ആരാധകരുള്ളൊരു ക്ലബ്ബിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഇനിയും പല കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. യൂത്ത് ഡെവലപ്മെൻറ്റും പ്രസ്തുത പ്രോസസ്സും അതൊക്കെ ഇപ്പോൾ ഇത് തന്നെ കൂടുതലായെന്ന് തോന്നുന്നു പല കാര്യങ്ങളും. അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റിയ കാണിക്കാൻ സരിങ്ങ.